തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ 3 പതിറ്റാണ്ടിലെ ഏറ്റവും മികച്ച വിജയം നേടി UDF. മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും UDF വ്യക്തമായ ആധിപത്യം ഉറപ്പിച്ചു. DJ സജിത്ത് വിവരങ്ങളുമായി ചേരും. സജിത്ത്, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്, ടീം UDF. അതുതന്നെ സംഭവിച്ചിരിക്കുന്നു. LDFന്റെ അടിത്തള ഇറക്കിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും UDF. അത് UDF ക്യാമ്പിന് നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് നൽകുന്ന ആത്മവിശ്വാസം അത് ചെറുതല്ല. ഇന്ന് നടക്കാൻ പോകുന്നത് ഭവ്യ ഈ UDFന് ഈ വോട്ടെടുപ്പിൻ്റെ കണക്കെടുപ്പും ഇനി അങ്ങോട്ട് ഈ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭരണ നേതൃത്വങ്ങൾ അധികാരത്തിലേക്കാനുള്ള നീക്കവുമാണ്. ഇന്നത്തെ ഒരു പകൽ ദിനം നിർണായകമാണ്. കാരണം ഈ കണക്കെടുപ്പാണ് ഇന്നിനി പുറത്തു പറയാനുള്ളത്. ഇന്നലെ വോട്ടെടുപ്പിൻ്റെ കണക്ക് പുറത്തു വന്നതിന് ശേഷം വോട്ടിംഗ് ശതമാനം ഓരോ മുന്നണികൾക്കും ഓരോ പാർട്ടികൾക്കും കിട്ടിയ വോട്ട് ശതമാനം എത്ര എന്ന കണക്കെടുപ്പുണ്ട്. ഒരുപക്ഷേ ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇനി മുന്നണി നേതൃത്വങ്ങൾ പാർട്ടികളൊക്കെ വിലയിരുത്തലുകളിലേക്ക് കടക്കുക. ഏത് രീതിയിലാണ് തങ്ങൾക്ക് ഈ കണക്കുകൾ, ഏത് മേഖലകളിലാണ് തിരിച്ചടി ഉണ്ടായത് എന്ന കണക്കെടുപ്പിലേക്കും പോവുക. UDFനെ സംബന്ധിച്ച് വലിയ തിരിച്ചുവരവുള്ള അവസരം നൽകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പായി മാറുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ കളമൊരുക്കാൻ കൂടുതൽ ആർജവത്തോടെ മുന്നോട്ട് പോകാൻ കഴിയുന്ന നീക്കം കൂടിയാണ് അവർക്ക് മുന്നിലുണ്ടാവുന്നത്. അതുകൊണ്ട് അതിൻ്റെ തുടർ നീക്കങ്ങൾ ഇതിനകം തന്നെ UDF ക്യാമ്പിൽ പ്രകടമായി കഴിഞ്ഞു. പോയവരൊക്കെ മടങ്ങി വരണമെന്ന ഒരു നിലപാട് UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം, KPC പ്രസിഡന്റ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞു. അതായത് ജോസ് കെ മാണി അടക്കമുള്ള കക്ഷികളെ തിരികെ വരിക എന്ന ഒരു രാഷ്ട്രീയ നീക്കമാണ് ഇതിൽ നിന്ന് കാണാനാവുന്നത്. പക്ഷേ ജോസ് കെ മാണിക്ക് ഇന്നലെ അതിനോട് അനുകൂലമായ പ്രതികരണമല്ല നടത്തിയത്. പക്ഷേ കോൺഗ്രസ് വീണ്ടും ജോസ് കെ മാണിയൊക്കെ ക്ഷണിക്കുന്നു എന്നതാണ് സാഹചര്യം. അത്തരത്തിൽ മുന്നണി മാറ്റ സാധ്യതയ്ക്ക് പോലും ഇടം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലം കൂടിയാണ് പുറത്തു വന്നിരിക്കുന്നത് എന്നതാണ് സാഹചര്യം. ഏറ്റവും ആകാംക്ഷയുയർത്തുന്ന പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരം, ഒപ്പം കൊച്ചി, തൃശ്ശൂർ അടക്കമുള്ള കോർപ്പറേഷനുകളിൽ ആരാവും മേയർ എന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതിൽ ഏറ്റവും ഗ്ലാമർ തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ മേയർ ആരാകുമെന്ന ചോദ്യമാണ്. BJP കേന്ദ്രങ്ങൾ 2-3 പേരുകൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ആ പേരുകൾ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകളും നടക്കുന്നുണ്ട്. VV രാജേഷ്, R ശ്രീലേഖ, ഒപ്പം തന്നെ MR ഗോപൻ. ഈ 3 സാധ്യതകൾ പൊതുവിൽ BJP കേന്ദ്രങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും സാധ്യത VV രാജേഷിന് അല്ലെങ്കിൽ R ശ്രീലേഖ എന്ന പേരുകൾക്ക് തന്നെയാണ്. അതേസമയം കൊച്ചിയിലേക്ക് എന്നുമ്പോൾ കൊച്ചിയിൽ UDFന് വലിയ മജോറിറ്റിയാണ്. ആ മജോറിറ്റിയിൽ അവർക്കും അവിടെ മേയർ തെരഞ്ഞെടുപ്പ് നടത്തേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട ചില പേരുകൾ അവിടെയും പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. തൃശ്ശൂരും കോൺഗ്രസിന് വലിയ മജോറിറ്റി ഉണ്ട്. അവിടെയും പുതിയ സാധ്യതകളിലേക്ക് ചർച്ചകൾ നടക്കുകയാണ്. അങ്ങനെ ഇന്ന് ഈ പ്രധാനപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ ആരാവണം മേയർ എന്ന ചർച്ചകളിലേക്ക് തന്നെ നേതൃത്വം കടന്നു കഴിഞ്ഞു. BJPക്കിടയിൽ ആ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു. കാരണം BJPക്ക് വലിയ സാധ്യതയും അവസരവുമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ നൽകിയിരിക്കുന്നത്. അത് പ്രയോജനപ്പെടുത്താനുള്ള നീക്കത്തിലേക്ക് BJP ക്യാമ്പുകളും നടന്നു കഴിഞ്ഞു. എന്തായാലും ഇന്നലെ പുറത്തു വന്ന വോട്ടെണ്ണലിന് ശേഷം ഇന്നലെ പുറത്തു വന്ന ഫലങ്ങൾ, ആ ഫലങ്ങളുടെ വിശകലനങ്ങളും വിലയിരുത്തലുകളിലേക്കും തന്നെ കടക്കുകയാണ്. അതായത് സജിത്ത്, ഇനി അങ്ങോട്ട് ഉള്ള മണിക്കൂറുകളിൽ സ്വാഭാവികമായും ഒരു ഇഴകീറിയുള്ള പരിശോധന തന്നെയായിരിക്കും ഉണ്ടാവുക. എവിടെയാണ് LDFന് പിഴച്ചത്, എന്താണ് UDFന് നേട്ടമായത്, BJPയുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയ കാരണങ്ങൾ എന്തൊക്കെ എന്നുള്ള ഇഴകീറിയൊരു പരിശോധനയ്ക്ക് തന്നെയായിരിക്കും ഇനിയുള്ള മണിക്കൂറുകൾ ഉണ്ടാവുക, അല്ലേ? സ്വാഭാവികമാണ്. തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷം മുന്നണി നേതൃത്വങ്ങൾ, പാർട്ടി നേതൃത്വങ്ങൾ ചെയ്യുന്ന പരിശോധന അങ്ങനെ തന്നെയാണ്. ആ നീക്കത്തിലേക്ക് തന്നെയായിരിക്കും അവർ കടക്കുക. സംസ്ഥാനത്ത് പൊതുവിലുണ്ടായ സാഹചര്യം എന്താണ്? ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ എങ്ങനെയാണ്? ഇന്നലെ മുഖ്യമന്ത്രി രാത്രി വൈകിട്ട് പുറത്തിറക്കിയ പ്രസ്താവനയിൽ മുഖ്യമന്ത്രി പറയുന്നു, ഇത്തരമൊരു തിരിച്ചടി പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം ജനങ്ങൾക്ക് വേണ്ടി മികച്ച പ്രവർത്തനങ്ങൾ നൽകിയതാണ്. പക്ഷേ എങ്ങനെയാണ് തിരിച്ചടി ഉണ്ടായ എന്ന കാര്യം പരിശോധിക്കും. അത് ഇടത് ക്യാമ്പുകളിൽ ഉണ്ടാക്കിയ ഞെട്ടൽ തന്നെ ആ ഒരു പ്രസ്താവനയിൽ തന്നെ വ്യക്തമാണ്. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഇടതുമുന്നണിക്കുണ്ടായത്. അതുകൊണ്ട് ഏതൊക്കെ മേഖലകളിൽ നിന്നുള്ള പരിശോധന ഉണ്ടാകുമെന്നാണ് അവരും പരിശോധിക്കുന്നത്. ഇടത് ക്യാമ്പിൽ ചില ഭിന്നതകളും അഭിപ്രായ പ്രകടനങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇക്കാര്യങ്ങളിലൊക്കെ പരിശോധന ഉണ്ടാവും. ഇന്ന് മുതൽ CPMൻ്റെ നേതൃയോഗങ്ങൾ കൂടി ആരംഭിക്കുകയാണ്. ഈ നേതൃയോഗങ്ങളിൽ സാഹചര്യങ്ങൾ എന്തായിരുന്നു എന്ന് സംബന്ധിച്ചുള്ള പരിശോധനകൾ ഉണ്ടാവും. ഒപ്പം തന്നെ സ്വാഭാവികമായും നടത്താറുള്ള തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള പാർട്ടിയുടെ പൊതുപരിശോധനകളും ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്ന് കരുതാം. കോൺഗ്രസ് ക്യാമ്പും നേതൃയോഗം ചേർന്ന് സാഹചര്യങ്ങൾ വിലയിരുത്തും. കോൺഗ്രസിനെ സംബന്ധിച്ച് നിയമസഭയിലേക്ക് വേഗത്തിലൊരുങ്ങാനുള്ള അവസരമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉറപ്പായും ജയിക്കും എന്ന നിലപാട് എന്ന പ്രഖ്യാപനം VD സതീശൻ പ്രതിപക്ഷ നേതാവും നടത്തി കഴിഞ്ഞിട്ടുണ്ട്. അതായത് എല്ലാ തരത്തിലും അനുകൂല ഘടകം എന്നതാണ് UDFൻ്റെയും വിലയിരുത്തൽ. UDFനെ സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി തെരഞ്ഞെടുപ്പ് രംഗത്ത് പിന്നോട്ട് പോയതിനു ശേഷമുള്ള മടങ്ങിവരവാണ്. സംസ്ഥാനത്ത് ഈ ബൈ ഇലക്ഷനുകളിൽ വിജയമുണ്ടായിട്ടുണ്ട്, പാർലമെൻറ്റുകളിൽ വിജയമുണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും കേരള രാഷ്ട്രീയം സമഗ്രമായി ചർച്ച ചെയ്യുന്ന ഒരു മുഴുനീള തെരഞ്ഞെടുപ്പിൽ ഇതാദ്യമായിട്ടാണ്
ഒരു വിജയം കഴിഞ്ഞ 10 വർഷമായി സംസ്ഥാന ഭരണത്തിലില്ലാത്ത UDF സംബന്ധിച്ച് ഏറെ ആശ്വാസം നൽകുന്നതാണ്. അതായത് സംസ്ഥാനത്തിൻ്റെ പൊതു രാഷ്ട്രീയം തങ്ങൾക്കൊപ്പമാണ്, തങ്ങളുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്കാണ് വിജയം കണ്ടത് എന്നൊരു ആത്മവിശ്വാസം UDF ക്യാമ്പുകൾക്ക് പൊതുവിലുണ്ട്. ഇന്നലെ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളിലും അത് പ്രകടമായിട്ടുണ്ട്. അങ്ങനെ വേഗത്തിൽ തെരഞ്ഞെടുപ്പിനൊരുങ്ങാൻ UDF വലിയ ആശ്വാസം നൽകുന്ന തെരഞ്ഞെടുപ്പ് വിജയം കൂടിയാണിത്. അതേസമയം CPM സംബന്ധിച്ച് ഈ തിരിച്ചടിയുടെ കാരണപരിശോധനകൾ ഉണ്ടാവും. BJPയും സമഗ്ര പരിശോധനകൾക്കാണ്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷൻ അപ്പുറത്തേക്ക് BJPക്ക് സംസ്ഥാനത്ത് എത്ര കണ്ട് നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞു എന്ന ചില സംശയങ്ങൾ കൂടിയുണ്ട്. അതിൻ്റെ കണക്കെടുപ്പുകൾ ഒരുപക്ഷെ പുറത്തു വരേണ്ടതുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും BJPക്ക് ഭരണം നഷ്ടമായിട്ടുണ്ട്. അത് ഏതൊക്കെയാണ്? ഒപ്പം മധ്യകേരളത്തിൻ്റെ ചിലയിടങ്ങളിലുണ്ടായ തിരിച്ചടി, അതിൻ്റെ കാരണങ്ങൾ പരിശോധിക്കുക. ഇക്കാര്യങ്ങളിലൊക്കെ BJPയും കടക്കുകയും ചെയ്യും. എന്തായാലും കണക്കെടുപ്പിൽ ആർക്കൊപ്പം എന്ന പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരത്തെ പ്രഖ്യാപിച്ചതുപോലെ സംസ്ഥാനത്ത് BJPക്ക് 25% വോട്ട് വിഹിതം എന്ന കണക്കെടുപ്പിലേക്ക് BJPക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യം കൂടിയുണ്ട്. എന്തായാലും ഇന്നത്തെ ദിവസമായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഓരോ കക്ഷികൾക്കും കിട്ടിയ വോട്ട് ശതമാനത്തിൻ്റെ കണക്കുകൾ പുറത്തുവിടുക. ഇന്ന് നാളെയുമായി കണക്കുകൾ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും സജിത്ത്, അതേപോലെ തന്നെ ഇന്നലെ ഉയർന്നു വന്ന 2 പ്രധാനപ്പെട്ട വിവാദങ്ങളാണ്. അതിലൊന്ന് മണിയാശാൻ എന്ന് വിളിക്കുന്ന MM മണിയുടെ പ്രസ്താവനയാണ്. വിവാദ പരാമർശം തന്നെയാണ്. ജനങ്ങൾ ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയ ശേഷം പണി തന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് സ്വാഭാവികമായും ഇന്നലെ തന്നെ വലിയ തരത്തിൽ വിമർശനങ്ങൾക്ക് വഴിവെച്ചു. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ സ്വാഭാവികമായും പ്രതിപക്ഷം അത് വലിയ ആയുധമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേപോലെ തന്നെ ഇന്നലെ തിരുവനന്തപുരം നഗരസഭയിലടക്കം വലിയ വിഴുപ്പാലകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. മുൻ മേയർ ആയിര രാജേന്ദ്രന് എതിരെയുള്ള വിമർശനങ്ങളടക്കം ഇടത് ക്യാമ്പിൽ നിന്ന് തന്നെ വന്നൊരു സാഹചര്യമുണ്ട്. ഇതൊക്കെ സ്വാഭാവികമായും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും വലിയ ചർച്ചയാകുമല്ലേ? ഇന്നലെ MM മണി നടത്തിയ പരാമർശം വലിയ വിമർശന വിധേയമായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് തോറ്റതിന് ശേഷം ജനങ്ങളെ പരിഹസിക്കുന്ന നിലപാട് എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യമാണ് വിമർശന വിധേയമായി ഇന്നലെ ഉയർന്നത്. CPM സംസ്ഥാന സെക്രട്ടറി ഈ നിലപാട് തള്ളുകയും ചെയ്തു. MM മണിയുടെ സ്വാഭാവിക പ്രതികരണം അല്ലെങ്കിൽ MM മണിയുടെ മുൻകാലങ്ങളിലുള്ള പ്രതികരണത്തോട് ചേർന്ന് പോകുന്നത്, അതിനപ്പുറം അത് വിവാദമാക്കേണ്ടത് പറയുന്നുണ്ട്. പക്ഷേ അത് പൊതുജനങ്ങളിൽ പൊതുസമൂഹങ്ങളിൽ വലിയ തരത്തിലുള്ള ക്ഷീണമുണ്ടാക്കും ആ പ്രസ്താവന എന്ന് ഉറപ്പായിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ കണ്ണൂരിൽ നടന്ന ചില സംഭവങ്ങൾ കൂടി മറ്റൊരു തെളിവാണ്. കണ്ണൂർ, കോഴിക്കോട് മേഖലകളിൽ ഇന്നലെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം UDF പ്രവർത്തകർക്ക്, അവിടുത്തെ UDFിൽ തെരഞ്ഞെടുപ്പ് വിജയം ആഘോഷിക്കുന്ന UDF പ്രവർത്തകർക്ക് നേരെ അതിക്രമം നടത്തിയ CPM പ്രവർത്തകരുടെ നടപടി വലിയ തരത്തിലുള്ള വിമർശന വിധേയമായിട്ടുണ്ട്. അതും സ്വാഭാവികമായും ചർച്ചയാക്കപ്പെടുന്ന കാര്യമാണ്. ഇതിനിടയിലാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചില തർക്കങ്ങൾ പുറത്തു വന്നത്. ഇന്നലെ ഗായത്രി ബാബു എന്ന കൗൺസിലറാണ്, വഞ്ചിയൂർ ബാബു, ഇപ്പോൾ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട വഞ്ചിയൂർ ബാബുവിൻ്റെ മകൾ കൂടിയാണ്. ഗായത്രി ബാബുവാണ് മേയർ ആര്യ രാജേന്ദ്രയുടെ ചില പറ്റുണ്ട്. സമൂഹ മാധ്യമങ്ങളൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട്. എന്തായാലും ഗായത്രി ബാബു ആ പോസ്റ്റ് പിൻവലിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാവുന്നത് CPMനകത്ത് നിൽക്കുന്ന തർക്കങ്ങളും വിവാദങ്ങളുമാണ്. അതായത് കോർപ്പറേഷനെ തോൽവി CPMൽ വലിയ ചർച്ചകൾക്ക് ഇടവയ്ക്കുകയാണ്. എവിടെയാണ് പിഴച്ചത് എന്നത് സംബന്ധിച്ചുള്ള വലിയ ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കുമെന്ന് ഉറപ്പാണ്.